100% ആളുകളെയും സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഈ പാവപ്പെട്ട രോഗിക്കൊക്കെ ഒരു 30,000 എന്ന് പറഞ്ഞാൽ അനീഷിനറിയാമല്ലോ, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് 30,000 തുകയെന്ന് പറഞ്ഞത് ഒരു 30 ലക്ഷത്തിൻ്റെ വലിപ്പമുണ്ട്. അത് നല്ലൊരു സ്കീമായിരുന്നു. ആ സ്കീം എനിക്ക് തോന്നുന്നു തോമസ് ഐസക് വാശിയോടെ നിർത്തുകയാണ് ചെയ്തത്. കാരുണ്യ പദ്ധതി എന്തുകൊണ്ടാണ് നിലച്ചതെന്നും അത് തുടർന്നുകൂടെ എന്നും ചോദിക്കണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ് ആ പാർട്ടിയെ പ്രതി, കേരള കോൺഗ്രസിനെ പ്രതികരിച്ച് ആ മുന്നണിയിലുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അതിന് ഇച്ഛാശക്തി വേണ്ടേ, തൻ്റെ ഇടം വേണ്ടേ? ഇല്ലെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുന്നത്? കരയുന്ന കുഞ്ഞിനല്ലേ പാല് കിട്ടുള്ളൂ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നതാണ് മനോരമയ്ക്ക് അവരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള ബോധമല്ല. അത് ഉമ്മൻചാണ്ടി അവർക്ക് ആരുടെ അദ്ദേഹത്തിനൊരു പങ്കുമില്ല. മനോരമ സ്വയം പ്രഖ്യാപിച്ചങ്ങ് നടപ്പാക്കുകയായിരുന്നു. അങ്ങനെയാണോ? അല്ല, അദ്ദേഹത്തിന് പങ്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. മനോരമയുടെ താല്പര്യം ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ മനോരമയുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം അതിന് കംഫർട്ടബിൾ ആകുന്നത് ഉമ്മൻചാണ്ടിയാണ്. നമ്മൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രസംഗങ്ങളെയും വരികൾക്കിടയിലൂടെ കാണണം. വരികൾക്കിടയിലൂടെ കാണുമ്പോൾ രമേശ് ചെന്നിത്തലയെ പോലെ ആർജവമുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് വി.ഡി. സതീശൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. 1,70,000 രൂപ VPOയുടെ പെൻഷൻ, അത് കഴിഞ്ഞ് ഓണററി 3-4 വേറെയുണ്ട്. KM എബ്രഹാമിന് എത്രയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. KM എബ്രഹാം ചാക്കിലായിരിക്കും ഇനി പണം കൊണ്ടുപോകുന്നത്. എനിക്കറിഞ്ഞൂടാ എങ്ങനെ കൊണ്ടുപോകുന്നു. ഞാൻ ചോദിക്കുന്നത് ഇതുങ്ങളെയൊക്കെ വെച്ചിരിക്കും, ഇവരെ വെച്ചിരിക്കുന്നുണ്ട് എന്ത് ബെനിഫിറ്റാണ് സ്റ്റേറ്റിനുള്ളത്? നമസ്കാരം. ഇൻ്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അതിഥി അയച്ചിരുന്നു ശ്രീ കോന്നി ഗോപകുമാർ. വെൽക്കം സാർ. നമസ്കാരം സാർ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചർച്ചയിൽ നിറയുന്നത്. എത്രയൊക്കെ ചർച്ച ചെയ്തിട്ടും അതങ്ങോട്ട് തീരുന്നില്ല. താങ്കളോടൊന്ന് ആദ്യമേ ചോദിക്കുകയാണ്, എന്താണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ചർച്ചകൾ ഉയരുന്നതിൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ പ്രസക്തി എന്താണ്? ഈ ദുരിതാശ്വാസ നിധിയുമായിട്ട് ഉയർന്നു വന്ന ഈ വിവാദങ്ങൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ കേരളത്തിൽ താമസിക്കുന്ന ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ എന്നെ വളരെയധികം വേദനിപ്പിച്ച ഒന്നാണ്. കാരണം കേരളം കണ്ട, ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടിൽ സംഭവിച്ചത്. അവിടേക്ക് ആളുകൾ സഹായത്തിനായിട്ട് വരാൻ തയ്യാറുമാണ്. പക്ഷേ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്നൊരു പ്രചരണം വളരെ ശക്തമാണ്. അത്ര ശക്തമായൊരു പ്രചരണത്തിന് എവിടെയാണ് സ്പേസ് കിട്ടിയത്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു ദുരന്തമുണ്ടായാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണമെന്ന് തമിഴന്മാരെല്ലാം കൂടെ ഇറങ്ങും? ഇറങ്ങില്ല, ഒരിക്കലും ഇറങ്ങത്തില്ല. കേരളത്തിൽ അങ്ങനെ ഇറങ്ങിയ ചരിത്രമുണ്ടോ? അതുമില്ല. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ഒരു ക്രിട്ടിക്കലായൊരു സമയത്ത് ഒന്നിച്ച് നിൽക്കുന്നൊരു പാരമ്പര്യം നമുക്കുള്ളത്. പിന്നെയൊക്കെ നമ്മൾ തമ്മിൽ തല്ലിയും കുഴപ്പവും ഒക്കെ കാണിക്കും. പക്ഷേ പ്രളയം വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ, തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ വള്ളം ലോറിയെ കയറ്റി പിന്നെ മധ്യ തിരുവിതാംകൂറിൽ അവിടെ ഇവിടെ കൊണ്ടുപോയി ആളുകളെ രക്ഷിച്ചു, ജീവൻ പണയം വെച്ച് രക്ഷിച്ചു. അത് നമ്മുടെ ഒരു കൾച്ചറാണ്, മലയാളിയുടെ കൾച്ചറാണ്. അപ്പോൾ ദുരന്ത മുഖത്ത് നമ്മളെല്ലാം ഒന്നിച്ചിരിക്കും, ദുരന്തം കഴിയുമ്പോൾ നമ്മൾ തമ്മിൽ തല്ലുകയും ചെയ്യും. അതിന് കുഴപ്പമൊന്നുമില്ല, അത് നല്ല കാര്യം തന്നെ. പക്ഷെ ഇവിടെ ഈ ദുരിതാശ്വാസ നിധിക്കെതിരെ ഉണ്ടായൊരു വിവാദം നിർഭാഗ്യകരമാണെന്ന് ഞാൻ പറയാനുള്ള കാരണം, ഈ ദുരിതാശ്വാസ നിധിക്കെതിരെ ചില ആളുകൾ സംസാരിച്ചു. അവരെ അറസ്റ്റ് ചെയ്യാൻ പോയതും അവരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചതും വലിയൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവരെ ഇഗ്നോർ ചെയ്തിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. കൊടുക്കേണ്ടവൻ കൊടുക്കും, കൊടുക്കേണ്ടാത്തവൻ കൊടുക്കത്തില്ല. അത്രയല്ലേ ഉണ്ടാകാൻ സംഭവിക്കുന്നത്. അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ അത് അനാവശ്യമായ ചർച്ചകൾക്ക് വഴിതെളിക്കും. അത് ഗവൺമെൻറ്റിൻ്റെ തന്നെ വിഡ്ഢിത്തമാണ് ഈ ഒരു വിവാദത്തിലേക്ക് ഈ ദുരിതാശ്വാസ നിധിയെ കൊണ്ടുപോയി. എരുതിയിൽ എണ്ണ ഒഴിച്ചു. ഓക്കെ, താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. പക്ഷേ ഇതിൽ എല്ലാവരും, അതായത് വിമർശിക്കുന്ന എല്ലാവരും ഉന്നയിക്കുന്ന ഒരു കാര്യം, ഇത് സുതാര്യമല്ല എന്ന് പറയുന്നു. താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താ? അല്ല, ദുരിതാശ്വാസ ഫണ്ട് RTI അനുസരിച്ച് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു വാദമാണ് ഉള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞത് റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് ലഭ്യമാണ് എന്ന് പറയുന്നു. മറ്റു ചില ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയുന്നവർ പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ലഭ്യമല്ല, സംസ്ഥാനത്തിൻ്റെ പിന്നെ റിലീഫ് ഫണ്ട് ദുരിതാശ്വാസ നിധി ഓഡിറ്റിന് വിധേയമാണ്, ഇത് ഓഡിറ്റിന് വിധേയമല്ല എന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ കൊണ്ടുപോകാനുള്ളൊരു കാരണം വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഉപയോഗിച്ച പണം ദുരിതാശ്വാസത്തിന് അല്ലാതെ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളൊരു വാസ്തവം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇപ്പോൾ ചെങ്ങന്നൂർ MLA ആയിരുന്ന രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിന് കൊടുത്ത തുക, അതുപോലെ തന്നെ നമ്മുടെ ഉഴവൂർ വിജയന് കൊടുത്ത പണം, ഇതൊന്നും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കേണ്ട പണമല്ല. അവിടെ ഒരു ചോദ്യം ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ സാർ. ഈ ദുരിതം എന്ന് പറയുന്നത് പ്രകൃതി ദുരന്തങ്ങളുണ്ടാവാം, വ്യക്തിപരമായി ഉണ്ടായ കഷ്ടനഷ്ടങ്ങളുണ്ടാകാം. ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ അയാളുടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ കൊണ്ടോ എന്തുകൊണ്ടോ അയാൾക്ക് വന്നു ഭവിച്ച കടങ്ങളുടെ ഒരു ദുരിതമാകാം. അപ്പോൾ
ഇത്തരത്തിലുള്ള ദുരിതങ്ങളൊന്നും വീട്ടാൻ പാടില്ല, ഇത്തരത്തിലുള്ള ദുരിതങ്ങൾക്ക് മാത്രമേ സഹായം കൊടുക്കാൻ പറ്റൂ, അങ്ങനെ ഒരു നിർവചനം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഒരു നിർവചനം ശരിയുമല്ല. വ്യക്തികൾക്ക് ദുരന്തം സംഭവിച്ചാൽ ഒരു ഗ്രഹത്തിൻ്റെ ഒരു ഗ്രഹനാഥൻ അന്തരിച്ചു, ആ വീട് അനാഥമായി, നമുക്കവരെ സഹായിക്കാം. അതും ഒരു വ്യക്തിപരമാണെങ്കിലും ഒരു ദുരിതമാണ്. അല്ല, ആ ഒരു വ്യക്തിയുടെ പ്രശ്നമാണെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ അതിനൊരു യാഡ് സ്റ്റിക്ക് വേണം. എല്ലാവരും തുല്യരാണ്, ചിലർ കൂടുതൽ തുല്യരാണ് എന്ന് വരരുത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ വ്യക്തികൾ കൊടുത്തിട്ടുണ്ട്? അതാണ് പ്രശ്നം. ഈ ഉഴവൂർ വിജയനായാലും ചെങ്ങന്നൂർ MLA അവരുടെ കാര്യമായാലും അവർക്ക് കാശ് കൊടുക്കുന്നതിൽ തെറ്റില്ല, അതിനൊരു മാനദണ്ഡം ഉണ്ടാവണമെന്നാണ് താങ്കൾ പറയുന്നത്. ഇതേ തുല്യ ദുഃഖിതരാകുന്ന മറ്റാളുകൾക്കും അനാഥമാകുന്ന അർഹതയുള്ള എല്ലാ കുടുംബങ്ങളെ സഹായിക്കാൻ നമുക്ക് മുന്നോട്ട് വന്നാൽ ഈ വിവാദം ഉണ്ടാവില്ലല്ലോ. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, കഴിഞ്ഞ സർക്കാർ ഇൻ ദ സെൻസ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒന്നാം സർക്കാരിന് മുൻപുണ്ടായിരുന്ന UDF സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തെ കണ്ട് ആര് പരാതി കൊടുത്താലും ഒരു 10,000 രൂപയെങ്കിലും കിട്ടാതെ പോവില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല എന്നും കേൾക്കുന്നു. താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ആ സർക്കാരിൻ്റെ സമയത്ത് ദുരിതാശ്വാസ നിധിക്ക് സമാന്തരമായി കൊണ്ടുവന്ന ഒന്നായിരുന്നു കാരുണ്യ. അത് മാണി സാറ് പിന്നെ കൊണ്ടുവന്നാണ്. എനിക്ക് തോന്നുന്നു താങ്കൾക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുക, കാരണം താങ്കൾ മാണി സാറിൻ്റെ കൂടെ സ്റ്റാഫിലുണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഞാൻ മാണി സാറിൻ്റെ കൂടെ സ്റ്റാഫിലുണ്ടായിരുന്നു. മാണി സാറിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റായിരുന്നു ഈ കാരുണ്യ പദ്ധതി. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അങ്ങനെ നടക്കട്ടെ. കാരുണ്യ ബെനവലൻ്റ് സ്കീം. ഓക്കെ. അല്ല, ഈ കാരുണ്യ ബെനവലൻ്റ് സ്കീം ഫോക്കസ് ചെയ്തിരുന്നത് ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന ലാഭം, അതിൻ്റെ ഒരു അംശം ഈ വരുന്ന ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് ധനവകുപ്പ് നേരിട്ട്. ഇനി എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. എൻ്റെ ഒരു വിദ്യാർത്ഥി കരുനാഗപ്പള്ളിക്കാരനാണ്. പേര് പറയുന്നത് ശരിയില്ലാത്തതുകൊണ്ടാണ് പേര് പറയാത്തത്. അവൻ്റെ അച്ഛന് ക്യാൻസർ ബാധിതനായിട്ട് ആസന്ന മരണസ്ഥനായിട്ട് കിടക്കുകയാണ്. വലിയൊരു തുക ഫണ്ട് കൊടുക്കേണ്ടി വരും. പണമില്ല. ഇവന് ജോലി കിട്ടിയതേ ഉള്ളൂ. 1 രൂപ പോലും ഇല്ല. വളരെ ബുദ്ധിമുട്ടിയാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ വന്ന് കണ്ടു പറഞ്ഞു, സാറേ ഇളയ 2-3 പെങ്ങന്മാരുണ്ട്, അവരെ കല്യാണം കഴിപ്പിച്ചു. അതായത് താങ്കൾ മാണി സാറിൻ്റെ ഓഫീസിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ശാസ്താംകോട്ട കോളേജിൽ പഠിപ്പിച്ച വിദ്യാർത്ഥിയുടെ കാര്യമാണ് പറയുന്നത്. മനസ്സിലായി. അന്ന് എന്നോട് പറഞ്ഞ് സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ മാണി സാറിനെ കണ്ടിട്ട് പറഞ്ഞു, സാറേ ഇതെൻ്റെ വിദ്യാർത്ഥിയാണ്, ഇത് ഇവൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്, എനിക്കിത് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മാണി സാറ് ഇത് പരാതി നോക്കി. പിന്നെ ഈ കേസ് പിന്നെ ഡയറി മറ്റേ റെക്കോർഡ്സൊക്കെ കൊടുക്കണമല്ലോ, പിന്നെ ആശുപത്രി മെഡിക്കൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒന്ന് അദ്ദേഹം നോക്കിയപ്പോൾ വളരെ ക്ലിയറാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ കാരുണ്യക്ക് പദ്ധതി വെച്ചിരിക്കുന്നത് 30,000 രൂപയാണ്. 30,000 സീലിംഗ് ഉണ്ട്. സീലിംഗ് ഉണ്ട്. 30,000 രൂപയാണ്. കാരണം കൂടുതൽ ആൾ കൊടുക്കണമല്ലോ. അതെ. ഇത് അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഗോപകുമാർ കൊണ്ടുവന്നത്. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ തൽക്കാലം 2 ലക്ഷം രൂപ കൊടുക്കാം. ആവശ്യം വന്നാൽ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ട് നമുക്ക് കൂടുതൽ തുക കൊടുക്കണം. കാരണം ആ വീടിൻ്റെ സ്ഥിതി അതാണ്. 30,000 കൊടുക്കാൻ പ്രൊവിഷൻ ഉള്ളപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം 2 ലക്ഷം പ്രധാനമന്ത്രിക്ക് കൊടുക്കാനും? അത് മന്ത്രിക്ക് ഒരുപാട് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടല്ലോ. ഓക്കെ. നിയമം ജനറലായിട്ടുള്ള ചില കാര്യങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടും. വയലേറ്റ് ചെയ്യല്ല, അതൊരു നല്ല ലക്ഷ്യത്തോടെ. അങ്ങനെ ഈ കാരുണ്യ പദ്ധതിയിൽ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത സഹായത്തിന് വന്നവരെ എൻ്റെ ഒരു 100% ആളുകളെയും സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ ഈസിയാണ്, ഒരു പ്രശ്നവുമില്ല. അവർ സംഭവമായിട്ട് വരുന്നു, മന്ത്രിയെ കൺവിൻസ് ചെയ്യിക്കുന്നു. ഈ പാവപ്പെട്ട രോഗിക്കൊക്കെ ഒരു 30,000 എന്ന് പറഞ്ഞാൽ അനീഷിനറിയാമല്ലോ, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് 30,000 തുകയെന്ന് പറഞ്ഞത് ഒരു 30 ലക്ഷത്തിൻ്റെ വലിപ്പമുണ്ട്. അത് നല്ലൊരു സ്കീമായിരുന്നു. ആ സ്കീം എനിക്ക് തോന്നുന്നു തോമസ് ഐസക് വാശിയോടെ നിർത്തുകയാണ് ചെയ്തത്. ഞാൻ ഓർക്കുന്നൊരു കാര്യം, അന്ന് പ്രതിപക്ഷത്തായിരുന്നു CPM. അന്ന് CPM അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ എന്താണ് ജനസമ്പർക്ക പരിപാടി. ഈ ജനസമ്പർക്ക പരിപാടി വളരെ മോശമാണ്. ഒരു വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട കാര്യം ഒരു മുഖ്യമന്ത്രി നേരിട്ട് ചെയ്യേണ്ടതില്ല. അതിനേക്കാൾ നല്ല ജീവകാരുണ്യ പ്രവർത്തനമാണ് മാണി സാർ ചെയ്യുന്നത് എന്നന്ന് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അധികാരത്തിൽ വരുന്നത് പിണറായി വിജയൻ സർക്കാരാണ്. അപ്പോഴേക്കും ഏകദേശം നമ്മുടെ LDFിനോടൊപ്പം മാണി സാറിൻ്റെ മകൻ ആ പാർട്ടി ഇങ്ങ് കൊണ്ടുവരികയും ചെയ്തു. എന്നിട്ടും എന്തേ ഈ അവർ അന്ന് നന്മ കണ്ട ആ കാരുണ്യ പദ്ധതി നിലച്ചുപോയി? കാരുണ്യ പദ്ധതി എന്തുകൊണ്ടാണ് നിലച്ചതെന്നും അത് തുടർന്നുകൂടെ എന്നും ചോദിക്കണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ് ആ പാർട്ടിയെ കേരള കോൺഗ്രസിനെ പ്രതികരിച്ച് ആ മുന്നണിയിലുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അതിന് ഇച്ഛാശക്തി വേണ്ടേ, തൻ്റെ ഇടം വേണ്ടേ? ഇല്ലെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുന്നത്? കരയുന്ന കുഞ്ഞിനല്ലേ പാല് കിട്ടുകയുള്ളൂ. ഇതെൻ്റെ അച്ഛൻ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. ഇതിൽ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളും അക്സെപ്റ്റ് ചെയ്ത പദ്ധതിയാണ്. ഇത് മുടക്കാൻ പാടില്ല എന്നൊരു ജോസ്കെമാണിക്ക് അതിനുള്ളൊരു സ്റ്റഫ് ഇല്ല. ഒരിക്കലും അദ്ദേഹത്തിന് സ്റ്റഫ് മനസ്സിലായി. പക്ഷേ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അന്ന്
മുഖ്യമന്ത്രി അന്ന് കെ എം മാണി സാറ് ഉമ്മൻചാണ്ടിയുടെ UDF മുന്നണിയോടൊപ്പം നിൽക്കുമ്പോഴും അന്ന് താങ്കൾക്കും തന്നെ അറിയാമായിരിക്കുമല്ലോ ചില നീക്കങ്ങൾ അദ്ദേഹത്തെ LDFിലേക്ക് കൊണ്ടുവരാനൊക്കെ അന്ന് ചില പൊളിറ്റിക്കൽ മൂവൊക്കെ ഉണ്ടായിരുന്നു പിൻവാതിലൂടെ. ആ ഒരു മാണി സാർ പോരുന്നെങ്കിൽ ഇഞ്ഞ് പോരട്ടെ എന്ന് പറഞ്ഞ് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാരുണ്യ പദ്ധതിയൊക്കെ അന്ന് പൊക്കി പറഞ്ഞത്. അതിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്നും ചിലർ പറയുന്നു. ഒരുപക്ഷെ മാണി സാർ ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ പർപ്പസ് സെർവ് ആയി, ഇനി അങ്ങോട്ട് കാരുണ്യം വേണ്ട എന്ന് തീരുമാനിച്ചതാണെങ്കിലോ? അല്ല, അത് ഏത് പാർട്ടിയായാലും ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടവും തന്ത്രവും ഉണ്ടല്ലോ. അടവെന്ന് പറഞ്ഞാൽ അന്നേരത്തെ കാര്യങ്ങളാണ്. അത് ഒരു ഹ്രസ്വകാല പദ്ധതിയാണ്. തന്ത്രം എന്ന് പറഞ്ഞാൽ ദീർഘമാണ്. അപ്പോൾ ഇവിടെ അവരെ മണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിനെ കൂടെ തങ്ങളുടെ കൂടെ നിർത്തുന്നതിനകത്ത് ഇടതുപക്ഷത്തിന് അന്നും വിയോജിപ്പില്ലായിരുന്നു. കാരണം വെച്ചാൽ മാണി സാറിനൊരു ഇടതുപക്ഷ പരിവേഷമുണ്ട്, അദ്ദേഹത്തിൻ്റെ അധ്വാനവർഗ സിദ്ധാന്തവും അതുമൊക്കെ ആയിട്ട്. പിന്നെ മാണി സാറ് ഇടതുപക്ഷത്തിൽ കുറേ കൂടെ കംഫർട്ടബിൾ ആണെന്ന് CPM അറിയാം, മറ്റേത് കേരള കോൺഗ്രസിനേക്കാൾ കൂടുതലായിട്ട്. അതുകൊണ്ട് മാണി സാർ കൂടെ വരികയാണെങ്കിൽ അവർ സഹർഷം സ്വാഗതം ചെയ്യുമായിരുന്നു. മാണി സാറിനെ ഇടതുപക്ഷത്തേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് CPM അല്ല, ഇടതുപക്ഷത്തേക്ക് പറഞ്ഞുവിടാൻ ശ്രമിച്ചത് കോൺഗ്രസ്സാണ്. അല്ല, CPM ആകർഷിച്ച് കൊണ്ടുപോയി എന്നുള്ളതിനേക്കാൾ കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. അതിന് പിന്നിൽ പൊളിറ്റിക്കൽ താല്പര്യങ്ങളാണ്. തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ. അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു രണ്ടാമനായി മാണി സാർ അങ്ങനെ വേണ്ട, അല്ലെങ്കിൽ ലീഗാണ് രണ്ടാമത്, എന്നാലും മാണി സാർ ആ പ്ലേസിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ മാണി സാർ മോഹിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു നീക്കമായിരുന്നോ? അല്ല, അത് മാത്രമല്ല. അതിനകത്ത് കോൺഗ്രസിനൊരു ദീർഘകാല പദ്ധതി അതിനകത്തുണ്ടായിരുന്നു. ഈ മുസ്ലിം ലീഗ് എത്ര വളർന്നാലും മലപ്പുറം വിട്ട് അതിന് വളരാനുള്ള സ്പേസ് ഇല്ല. കേരള കോൺഗ്രസ് അങ്ങനെയല്ല. മാണി സാറിനെ പോലെ പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കീഴിൽ കോൺഗ്രസിന് ഭീഷണിയായിട്ട് കേരളത്തിലെ 14 ജില്ലകളിലും വളരാൻ സാധ്യതയുള്ളൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. നമ്മൾ തൊട്ടടുത്ത് നോക്കണം, DMK നോക്കാം, അല്ലെങ്കിൽ തൃണമൂലിനെ നോക്കാം, ആന്ധ്രാപ്രദേശിലെ നമ്മുടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയെ നോക്കാം. ഇവരൊക്കെ പ്രാദേശികമായി ശക്തി പ്രാപിച്ചു വന്ന പാർട്ടികളാണ്. ആ ഒരു ട്രാക്കിലേക്ക് മാണി സാറിനെ പോലെ അനിതര സാധാരണമായ കാര്യശേഷിയും പ്രാഗൽഭ്യവുമുള്ള ഒരു നേതാവിന് മുന്നേ നിന്ന് നയിച്ചാൽ കോൺഗ്രസ്സിന് തന്നെ വലിയൊരു ഭീഷണിയായിട്ട് കേരള കോൺഗ്രസ് മാറും. ലീഗിന് ആ ഭീഷണി പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് തന്നെ അല്പം ഭയത്തോടാണ് മാണി സാറിനെയും കേരള കോൺഗ്രസിനെയും കോൺഗ്രസ് എന്നും നോക്കിക്കണ്ടിട്ടുള്ളത്. നമ്മുടെ ഈ വിഷയവുമായി ബന്ധമില്ല, എന്നാലും ഞാൻ സാന്ദർഭികമായി ആ ഒരു പരാമർശം വന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ ബാർക്കോഴയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നൊരു സ്കീമാണോ? തീർച്ചയായിട്ടും. ബാർക്കോഴ എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് മാനേജർ പ്രോഗ്രാമായിരുന്നു. ബാർക്കോഴയുടെ കാര്യം ഇപ്പം അന്വേഷിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ബാർക്കോഴ ഒരു സുപ്രഭാതത്തിൽ ബിജു രമേശ് ഒരു ചാനലിൽ വെളിപ്പെടുത്തുകയാണ്. ഏത് ചാനലിലാണ് വെളിപ്പെടുത്തുന്നത്? മനോരമ ചാനൽ. കൈരളിയിലല്ല, ആദ്യം കൈരളിയില്ല, അല്ല, മനോരമ ചാനലിലാണ് വരുന്നത്. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ആയിരുന്നു. അല്ല, മനോരമ ചാനലിലാണ് വരുന്നത്. മനോരമ ബിജു രമേശിനെ പോലെ ഒരാളിനെ ഒരു വെളിപ്പെടുത്തൽ, ഒരു ഇൻ്റർവ്യൂ ആക്കി കൊണ്ടുവന്ന. ആ ഇൻ്റർവ്യൂ പഴയ ക്ലിപ്പിംഗ് ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഒരു മന്ത്രി പണം വാങ്ങിച്ചു എന്ന് പറയുന്നു. ആ മന്ത്രി എവിടെയുള്ള ആളാണെന്ന് ചോദിക്കുന്നു, അത് ഞാൻ പറയത്തില്ല എന്ന് പറയുന്നു. ഏത് ജില്ലയിലുള്ള ആളാണെന്ന് ചോദിക്കും, പറഞ്ഞത് കോട്ടയം ജില്ലയിലുള്ള ആളാണെന്ന്. അവസാനം പറഞ്ഞ് അത് മാണി സാറാണെന്ന് സ്ഥാപിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അത് സ്റ്റേജ് മാനേജർ പ്രോഗ്രാമായിരുന്നു. അതായത് പറയാതെ മാണി സാറാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു മനോരമ പ്ലാൻ ചെയ്തൊരു സ്റ്റേജ് മാനേജർ പ്രോഗ്രാമായിരുന്നു ഈ ബാർക്കോഴ വിവാദം. അവർക്ക് ഉമ്മൻചാണ്ടിയെ മാറ്റി മാണി സാറ് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞപ്പോൾ അതിനെ ടോർപ്പിഡോ ചെയ്യാൻ മനോരമ ഉപയോഗിച്ച ഒന്ന് മാത്രമാണ് ഈ ബാർക്കോഴ വിവാദം. അതായത് മനോരമ ഉമ്മൻചാണ്ടി സാറിൻ്റെ താല്പര്യം സംരക്ഷിക്കുകയായിരുന്നു. അല്ല, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നതാണ് മനോരമയ്ക്ക് അവരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള ബോധമാണല്ലോ. അത് ഉമ്മൻചാണ്ടി അവർക്ക് ആരുടെ അദ്ദേഹത്തിനൊരു പങ്കുമില്ല. മനോരമ സ്വയം പ്രഖ്യാപിച്ചങ്ങ് നടപ്പാക്കുകയായിരുന്നു. അങ്ങനെയാണോ? അല്ല, അദ്ദേഹത്തിന് പങ്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. മനോരമയുടെ താല്പര്യം ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ മനോരമയുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം അതിന് കംഫർട്ടബിൾ ആകുന്നത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുള്ള സ്നേഹത്തിനേക്കാൾ കൂടുതൽ മനോരമയ്ക്ക് അവരോടുള്ള സ്നേഹമാണ്. നമ്മൾ സ്വന്തം അത്രയേ ഉള്ളൂ. മനസ്സിലായി. അപ്പോൾ അന്ന് നടന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. പക്ഷേ ഇപ്പം നമുക്കിനി ഈ വീണ്ടും ദുരിതാശ്വാസത്തിലോട്ട് തന്നെ തിരികെ വരാം. എന്തുകൊണ്ടോ അന്നവരങ്ങനെ പറഞ്ഞു. പിന്നീട് LDFിലേക്ക് കെ മാണിയുടെ പാർട്ടി എത്തിയിട്ടും കാരുണ്യ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. എന്നാൽ ഇന്നിപ്പോൾ സാധാരണക്കാർക്ക് ആശ്രയമായിട്ടുള്ള ഏക സംവിധാനം എന്ന് പറയുന്നത് ഈ ദുരിതാശ്വാസ നിധിയാണ്. ഇത് ഫലവത്തായിട്ടല്ല വിനിയോഗിക്കുന്നത്, സ്വന്തം ഇഷ്ടക്കാർക്ക് കൊടുക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഒരു ഭാഗത്ത് വരുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു ഇത് സുതാര്യമാണ്, ഇതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും 10 രൂപ കോട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയുന്നു. താങ്കൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ വിവരാവകാശ രേഖ? ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇന്ന സാധുക്കൾക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് കാശ് കൊടുത്തത് എന്ന് പറയുന്ന ക്ലിയർ ആയിട്ടുള്ള ഒരു വൈറ്റ് പേപ്പർ താങ്കൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അതിന് പകരം കണ്ട ആരെങ്കിലും താങ്കൾക്ക് അറിയാവോ? ഞാൻ കണ്ടിട്ടില്ല. കണ്ട ആരെയും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊന്നും വേണ്ട, ഒരു വിവരാവകാശ രേഖയും വേണ്ട.
അതിന് പ്രത്യേക ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ട് ഈ മാസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ചെലവഴിച്ചത് ആർക്കൊക്കെ വേണ്ടി, എന്തിനു വേണ്ടി എന്ന് വെബ്സൈറ്റ് കൊടുത്താൽ പിന്നെ എന്തിനാണ് അതിൻ്റെ പ്രശ്നം എന്താണ്? സുതാര്യമായിക്കൂടെ? നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ സർക്കാർ ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ എന്തായിരിക്കും ഭയക്കുന്നത്? താങ്കളുടെ ഒരു വിലയിരുത്തൽ. സർക്കാർ എന്താണ് ഭയക്കുന്നത് എന്നുള്ളത് എനിക്കും ദുരൂഹമായൊരു കാര്യമാണ്. കാരണം ദുരിതാശ്വാസ നിധി അപ്പാടെ അങ്ങ് അഴിമതിയാണ് എന്ന് കരുതാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ അതിൻ്റെ സാധ്യതയും കുറവാണ്. പക്ഷേ എന്തായാലും ശരി, ഇഷ്ടക്കാർക്ക് അങ്ങ് വാരിക്കോരി കൊടുത്തു. ഒരുപക്ഷെ അത് സംഭവിച്ചിട്ടുണ്ടാകാം. എനിക്ക് അതിനകത്തുള്ളൊരു പ്രശ്നം, ഈ ദുരിതാശ്വാസ നിധിയിലെ വന്ന വലിയ പ്രശ്നം, പ്രളയ ദുരിതാശ്വാസ നിധിയിലുണ്ടായ 20 കോടി രൂപയുടെ തട്ടിപ്പിനെക്കുറിച്ചൊരു വിവാദമുണ്ടായി. കളമശ്ശേരി അതുമായി ബന്ധപ്പെട്ട് ആ തട്ടിപ്പ് നടത്തിയ ആരെങ്കിലുടെയും പേരിൽ നടപടി എടുത്തായിട്ട് നമുക്കറിയില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പണം വന്നാൽ അത് അഴിമതി കാണിക്കും. അതിന് മുഖ്യമന്ത്രി ആരായാലും അഴിമതി നടക്കും. പക്ഷേ അഴിമതി നടത്തിയവനെ കയ്യാമം വെച്ച് തുറുങ്കിലടയ്ക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു വിശ്വസനീയത കിട്ടുന്നത്. ചെയ്തില്ല. പക്ഷേ അന്ന് അഴിമതി ഉണ്ടായി എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടത്താനോ കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരെ തുറുങ്കിലടയ്ക്കാനോ കഴിഞ്ഞില്ല. അതല്ല, അഴിമതി ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രളയ ദുരിതാശ്വാസ നിധി ഇതാണ്, ഒരു അഴിമതിയും നടന്നിട്ടില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും ശ്രമിക്കണമായിരുന്നു. അതുണ്ടായില്ല. അതുകൊണ്ടാണ് ഈ വിവാദമെല്ലാം ഉണ്ടാകുന്നത്. ഈ CAG റിപ്പോർട്ട് അല്ലെങ്കിൽ CAG ഇത് ഓഡിറ്റ് ചെയ്യുന്നതാണ് എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ശരിയാണോ? താങ്കൾക്ക് എന്താ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അല്ല, കൺട്രോളറിൻ്റെ ഓഡിറ്റർ ജനറൽ ഇത് ചെയ്യും തോന്നില്ല. അക്കൗണ്ടൻറ്റ് ജനറൽ ഇത് ഓഡിറ്റ് ചെയ്യാൻ ഉണ്ട്. അക്കൗണ്ടന്റ് ജനറൽ സോറി, ഞാനത് പറഞ്ഞത് പറയണം. AGയുടെ ഓഡിറ്റിംഗ് ഞാൻ പറഞ്ഞതിൽ തെറ്റാണ്. AGയുടെ ഓഡിറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് AGയുടെ ഓഫീസിൽ നിന്ന് പുറത്തു വരേണ്ടതല്ലേ? AGയുടെ ഓഫീസ് അങ്ങനെ പുറത്ത് വിടണമെന്നില്ലല്ലോ. പക്ഷേ സഭയിൽ ഓപ്പണായിട്ട് വെക്കേണ്ടതല്ലേ? ഇതാരും സഭയിൽ വെക്കേണ്ടതാണ്. സഭയിൽ ചോദ്യം ചോദിച്ചാൽ മതി, റെക്കോർഡ് വേണമെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അതിനകത്ത് 2 തരത്തിലുണ്ട്. ഒരു വേഗമായിട്ട് മറുപടി കൊടുക്കാം. എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇവർ ഒരു ലിസ്റ്റം കൊടുക്കുകയാണ്. ഈ വകയിൽ ഇത്ര, മറ്റേ പഴയ തമാശ പറയുന്ന പോലെ കല്യാണത്തിന് തേങ്ങ വാങ്ങിയ വകയിൽ ഇത്ര, മെഴുകുതിരി വാങ്ങിയ വകയിൽ ഇത്ര, ആർക്കൊക്കെ മെഴുകുതിരി വാങ്ങി, എന്തിനു വാങ്ങി, ഏത് സാഹചര്യത്തിൽ വാങ്ങി എന്നുള്ള ഇനം തിരിച്ചുള്ള കണക്കുകൾ പുറത്തു വിടുന്നില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് വരുന്നതെന്ന് തോന്നുന്നു. ഒരുപക്ഷെ അതായിരിക്കാം. ഞാൻ പറഞ്ഞപ്പോൾ നിയമസഭാ രേഖകളെന്നൊക്കെ പറയുമ്പോൾ തന്നെ അൻവർ ഉന്നയിച്ച ആരോപണം വളരെ സഹർഷം അത് സ്വാഗതം ചെയ്തു. PV അൻവർ നമ്മുടെ സതീശൻ്റെ കാര്യത്തെക്കുറിച്ച് അത് പിന്നീട് ആരും ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ. അല്ല, അതിലൊരു പ്രതിപക്ഷം വേണ്ടേ? കേരളത്തിൽ പ്രതിപക്ഷം ഇല്ലല്ലോ. കേരളത്തിൽ പ്രതിപക്ഷം നിങ്ങളൊക്കെ തന്നെയാണ്. പ്രതിപക്ഷം ശരിക്കും പറഞ്ഞ VD സതീശൻ പറഞ്ഞത് നിയമസഭാ രേഖകളിൽ നിന്ന് മാറ്റരുത്, അതവിടെ കിടക്കട്ടെ, പിള്ളേർ പഠിക്കട്ടെ, ചരിത്രം ഇങ്ങനെ രേഖപ്പെടുത്തട്ടെ, ഇങ്ങനെ ഒരു MLA വന്നു പറഞ്ഞു എന്നൊക്കെയുള്ള രേഖപ്പെടുത്തട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ചരിത്രം പക്ഷെ പിന്നീട് ആരും ചോദിച്ചില്ല. അത് വളരെ കൗതുകരമായി തോന്നി. ചരിത്രം അത് മാത്രമല്ല അന്വേഷ രേഖപ്പെടുന്നത്. ചരിത്രം VD സതീശൻ കേരളം കണ്ട ദുർബലനായ പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഒരാളാണെന്നും തെളിയിക്കും. കാരണം അതിൻ്റെ പ്രശ്നം വെച്ചാലേ VD സതീശൻ്റെ മുൻഗാമി രമേശ് ചെന്നിത്തലയായിരുന്നു. രമേശ് ചെന്നിത്തല എഫക്റ്റീവ് 12 അഴിമതി ആരോപണങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. ശക്തമായിട്ട് അതിൻ്റെ പുറകെ 12ലും സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നു. ഒറ്റ ഒരു കാര്യം, ഒരു ഇഷ്യൂ നിയമസഭയിൽ പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രസംഗിക്കുന്ന പോലെ നിയമസഭയിൽ പ്രസംഗിക്കാൻ ആർക്കും പറ്റുമോ? അതിന് VD സതീശൻ വേണമെന്നില്ലല്ലോ, ആർക്കും പറ്റുമല്ലോ. VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഒന്നുമില്ല, പരാജയപ്പെട്ട പ്രതിപക്ഷ. അതായത് സഭയ്ക്കകത്ത് കസറി കയറുന്നു, പക്ഷേ സഭയ്ക്ക് പുറത്തേക്ക് ആ ഒരു ഇത് കാണുന്നില്ല. അല്ല, സഭയ്ക്ക് പുറത്തത് കാണണമെങ്കിൽ കൃത്യമായ അതിൻ്റെ ആർജവം വേണം. അതിന് ഒരു സ്വന്തം സഭയ്ക്കകത്ത് എന്തും പറയാം, സഭ വിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പണി കിട്ടും. അതാണോ VD സതീശൻ ഭയക്കുന്നത്? അതല്ല, സഭയ്ക്കകത്ത് തന്നെ പറയാൻ അദ്ദേഹം ഭയക്കുന്നുണ്ട്. പക്ഷേ സഭയ്ക്കകത്ത് അഗ്രസീവായ ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഞാൻ സബ്ജക്റ്റീവാണ്. അല്ല, സഭയ്ക്കകത്ത് അഗ്രസീവ് ആകുമ്പോഴേ നമ്മൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രസംഗങ്ങളെയും വരികൾക്കിടയിലൂടെ കാണണം. വരികൾക്കിടയിലൂടെ കാണുമ്പോൾ രമേശ് ചെന്നിത്തലയെ പോലെ ആർജവമുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. VD സതീശൻ പറഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതൽ പറയാത്ത കാര്യങ്ങളാണ് സമകാലിക രാഷ്ട്രീയത്തിലുള്ളത്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ചർച്ച വെച്ചാൽ അതൊരു വേറെ പ്രത്യേക വിഷയമാണ്. നമുക്ക് മുഖ്യമന്ത്രിയുടെ ഇതിൽ തന്നെ തിരികെ വന്നു കഴിഞ്ഞാലേ ഇനിയിപ്പോൾ ഇതിപ്പോൾ സുതാര്യമാണോ അല്ലയോ, ഇത് വിശ്വസിക്കാതിരിക്കണോ, കാശ് കൊടുക്കണോ വേണ്ടിയോ, ഒരു മൊത്തത്തിലാകെ ഒരു കൺഫ്യൂഷനാണ് സൊസൈറ്റി നിൽക്കുന്നത്. ഇതൊക്കെ മാറാനായിട്ട് ഇനി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അല്ല, ഇതിനകത്ത് അന്വേഷിച്ച ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ഈ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വലിയ വിവാദങ്ങളുണ്ടായി. അതിനെക്കുറിച്ച് ദുരിതാശ്വാസ നിധി ശരിയാണ്, നിങ്ങളിങ്ങനെ പറയുന്ന ആരോപണങ്ങൾ തെറ്റാണ് എന്ന് പറയാൻ ശക്തമായി പാർട്ടി സെക്രട്ടറി വന്നിട്ട് ഞാൻ കണ്ടില്ല. ഇനിയും നിങ്ങൾ കണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ തൊട്ടടുത്ത പ്രധാന ഒരു രണ്ടാമത്തെ ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ CPI ആണ്. ബിനോയ് വിശ്വം സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. CPM തന്നെ പ്രമുഖരായ ഒരു നേതാവും
മുഖ്യമന്ത്രി നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി അതിനെ നിരുത്സാഹപ്പെടുത്താൻ ഇവിടുത്തെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ഇന്ന ലക്ഷ്യത്തോട് ക്ഷമിക്കുകയാണെന്ന് CPM-ലെയും പ്രമുഖ നേതാക്കന്മാർ പറയുന്നില്ല. അതിനകത്തൊരു വല്ലാത്ത നിശബ്ദത അവിടെയില്ലേ? മനസ്സിലായി. അപ്പോൾ അതായത് ശബ്ദിക്കേണ്ട ആരും ശബ്ദിക്കുന്നില്ല. ഇവർക്കൊക്കെ മുഖ്യമന്ത്രി ഭയമാണ് എന്നാണോ? മുഖ്യമന്ത്രിയെ ഭയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഭയം ഒരു പരിധി വരെ കാണാമായിരിക്കാം. മുഖ്യമന്ത്രിയോടുള്ള വിധേയപ്പെടുന്നു, ദാസ്യപ്പെടുന്നു, അടിമപ്പെടുന്നു, ഏത് വിശേഷണമായിരിക്കും യോജിക്കുക? വിധേയപ്പെടുമ്പോഴും അടിമപ്പെടുമ്പോഴും ദാസ്യപ്പെടുമ്പോഴും അത് സന്തോഷത്തോടെ ചെയ്യുന്നതല്ല, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ ചെയ്യുന്നതാണ്. സ്ലേവ് ഡയനാസ്റ്റി നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നു. അടിമത്വം അനുഭവിച്ചവൻ്റെ കലാപമാണ് പിന്നീട് അവൻ രാജാവായി കൊണ്ടുകൊണ്ട് കണ്ടത്. ബാൽബൻ അടിമയായിരുന്നു. അടിമവംശത്തിലെ പ്രധാനപ്പെട്ട രാജാവായിരുന്നു ബാൽബൻ. അപ്പോൾ ബാൽബൻ അടിമയായപ്പോൾ നല്ല അടിമയായിരുന്നു, പക്ഷേ രാജാവായപ്പോൾ നല്ല രാജാവുമായിരുന്നു. വേണമെന്ന് വിചാരിച്ചാൽ പറ്റും, അതിൻ്റെ സമയം വരണം. അതായത് ബാൽബൻ കാത്തിരുന്നത് തൻ്റെ ഭരണം സ്ഥാപിക്കാനുള്ള ഒരു സമയത്തിന് വേണ്ടിയാണ്. ആ സമയക്രമത്തിന് വേണ്ടി ബാൽബൻ കാത്തിരുന്നു. സമയം വന്നു, ബാൽബൻ രാജാവായി. താങ്കൾ പറയുന്നു സർക്കാർ സുതാര്യമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, സർക്കാരിൻ്റെ ഭാഗമായുള്ള പാർട്ടികളോ നേതാക്കന്മാരോ ആരും ഇതിനെതിരെ ശബ്ദിക്കുന്നില്ല, പ്രതിപക്ഷവും നിശബ്ദമാകുന്നു, ഓൾമോസ്റ്റ് നിഷ്ക്രിയം എന്ന് തന്നെ പറയാം. ഇനി ശേഷിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. മീഡിയ ഒരു ഭാഗമുണ്ട്, ഒബ്വിയസ്ലി ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് മീഡിയ ഇവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നു, പക്ഷേ മീഡിയയ്ക്ക് വിശ്വാസ്യതയില്ല എന്നുള്ള പൊതു ആക്ഷേപത്തിൽ അവരെ മാറ്റി നിർത്തുന്നു. ജനങ്ങളാണ് ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. ജനങ്ങൾ എന്ത് വിശ്വസിക്കണം, ജനങ്ങൾ എന്ത് ചെയ്യണം? താങ്കൾക്ക് എന്ത് തോന്നുന്നു? ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ വളരെ കൺഫ്യൂസ്ഡാണ്. ഇപ്പോൾ തന്നെ നരേന്ദ്രമോദി വന്നപ്പോഴേ അവിടെ ദുരിതത്തിൽപ്പെട്ട ഒരു മനുഷ്യനോട്, അയ്യപ്പനെന്നോ സംതിങ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര്, അവരോട് ചോദിച്ചു. തിരിച്ച് പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം അദ്ദേഹത്തിനെ കണ്ട് പത്രക്കാർ ചോദിച്ചപ്പം ഗ്രാമീണനാണ്, ഗ്രാമീണ ശൈലി പറഞ്ഞു, പ്രധാനമന്ത്രി തന്ന ഉറപ്പ് എങ്ങനെയുണ്ട്, പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. അയാൾ കാശ് മോട്ടിക്കൊണ്ട് അയാൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോവില്ലല്ലോ. ഒരു സാധാരണക്കാരൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു ജെനുവിനായ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയെ കുറിച്ച് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയാത്ത ഒരു ലളിതനായ ഒരു ഗ്രാമീണനാണ്. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ അറിയൂ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം നരേന്ദ്രമോദി ഇത് മോഷ്ടിച്ചു കൊണ്ട് പോവില്ല എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങൾ വേറെയും ഉണ്ടല്ലോ. അപ്പം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് എന്ത് ശരി എന്ത് തെറ്റ് എന്ന് വ്യവച്ഛേദിച്ചറിയത്തക്ക വിധത്തിൽ ഗൗരവമായ ഒരു വിശദീകരണം ഒരു ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതായത് കൊടുക്കരുതെന്ന് പറയുന്നവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, കൊടുക്കണമെന്ന് പറയുന്നവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. മനസ്സിലായി. ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ കാരുണ്യ, അതിനി ഒരിക്കലും അങ്ങനെ ഒരു സ്കീം വീണ്ടും വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇപ്പോൾ കാരുണ്യക്ക് എന്തെങ്കിലും ഒരു പരിമിതി ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളിൽ രണ്ടെണ്ണത്തിൽ ഒന്ന് മദ്യവും ലോട്ടറിയും. ഇതാണ് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പോൾ ഈ ലോട്ടറിക്ക് ഇത്രയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംസ്ഥാനത്ത് അതിനെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു സോർട്ട് ഓഫ്, ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് എന്തെങ്കിലും വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ അതവിടെ നിൽക്കട്ടെ, നിലവിലുള്ള മെക്കാനിസത്തിൽ ഇത് റൺ ചെയ്തുകൊണ്ട് തന്നെ പോട്ടെ. പകരം ഒരു ഓൾട്ടർനേറ്റീവ് ചിന്തിക്കാവുന്നതല്ലേ? തീർച്ചയായിട്ടും ചിന്തിക്കാവുന്നതല്ല, മാത്രമല്ല ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം എല്ലാം നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വേണം എന്ന് പറയുന്നതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഏതെങ്കിലും കുറച്ച് തുകയെങ്കിലും പെട്ടെന്ന് ആളുകളെ സഹായിക്കാൻ കഴിയുന്ന ഒരു തുക, ഒരു 1-2 ലോട്ടറി, ഈ ലോട്ടറി അല്ലെങ്കിൽ ഇന്ന 2 ലോട്ടറികൾ ഞങ്ങൾ ഇതിനായിട്ട് മാറ്റി വെക്കുകയാണെന്ന് പറഞ്ഞാൽ ലോട്ടറി ജീവിതത്തിൽ എടുക്കാത്തവനും പോയി ലോട്ടറി എടുക്കും. മലയാളിയുടെ പ്രത്യേകത അതാണ്. ആ ഫണ്ട് അതിന് മാറ്റി ഒരു അനുകമ്പയുണ്ട്. ആ ഫണ്ട് ആ പർപ്പസിനായിട്ട് മാറ്റിവെക്കുകയും അത് നിഷ്പക്ഷമായിട്ട് സുതാര്യമായിട്ട് വിതരണം ചെയ്യാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞാൽ, പെട്ടെന്ന് ധനമന്ത്രിക്ക് അത് കഴിയുമല്ലോ. പിന്നെ മണി സാർ ചെയ്ത പോലെ തന്നെ ബാലഗോപാലനും ചെയ്യാം. അദ്ദേഹം ഒരു ഫണ്ടുണ്ടാക്കി പാവപ്പെട്ട ആളുകളെ ഒന്ന് സഹായിക്കട്ടെ. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു അധികാര കേന്ദ്രം വീണ്ടും സമാന്തരമായി രൂപപ്പെടുന്ന ഒരു സാഹചര്യം വരും. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയില്ല, സപ്പോസ് ഒരു ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻ, അവിടുന്ന് കിട്ടാത്തൊരു സാഹചര്യത്തിൽ അതേ ആൾക്ക് ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന കാരുണ്യ ഫണ്ടിലൂടെ അല്ലെങ്കിൽ സം സോർട്ട് ഓഫ് അതുപോലത്തെ ഒരു ഫണ്ടിലൂടെ ഒരു സഹായം ലഭിക്കുകയാണെങ്കിൽ ഒരു കമ്പാരിസൺ വരും. അപ്പോൾ ആ കമ്പാരിസൺ മീൻസ് മുഖ്യമന്ത്രിയേക്കാൾ കേവനായി മറ്റൊരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അധികാരത്തിൻ്റെ ഒരു ഡിസ്പ്യൂട്ട് വരാനുള്ളൊരു സാധ്യതയില്ലേ? അല്ല, അത് നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്ന കാര്യം. അതിനൊരു സീലിംഗ് ഏർപ്പെടുത്തിയാൽ മതി. 50,000 രൂപ വരെയുള്ള ഇത്തരം കാര്യങ്ങൾ ധനമന്ത്രി കൊടുക്കട്ടെ, അതിന് മുകളിലുള്ളത് മുഖ്യമന്ത്രി കൊടുക്കട്ടെ, നിസ്സാരമായിട്ട് തീർക്കാവുന്ന കാര്യം. പക്ഷേ അവിടെ ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ താങ്കൾ തന്നെ പറഞ്ഞു, ഈ മന്ത്രിയുടെ ഒരു വിവേചന അധികാരമുണ്ട്. മാണി സാറ് 30,000 വരെ കൊടുക്കാവുന്ന സാഹചര്യത്തിൽ താങ്കൾ പരിചയപ്പെടുത്തി അല്ലെങ്കിൽ താങ്കൾക്ക് നേരിട്ടറിയാവുന്ന ഒരു ദുരിതബാധിതനെ അദ്ദേഹം 2 ലക്ഷം വരെ കൊടുത്തു. അങ്ങനെ ഒരു വിവേചനാധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ ധനമന്ത്രിയും കൊടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ പൂട്ടിപ്പോകത്തില്ലേ? ഇല്ല, മുഖ്യമന്ത്രിയുടെ ആശ്വാസമല്ലേ വരുന്നുള്ളൂ. ആ തുക അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ കിടക്കല്ലേ, അദ്ദേഹത്തിന് വേറെ ആളുകളെ കൂടുതൽ സഹായിക്കാമല്ലോ, ധനമന്ത്രി കൊടുത്തോട്ടെ, കൂടുതൽ പേരിലേക്ക് സഹായം എത്തിക്കാം. അപ്പോൾ ഇതിന് പ്രൊഡക്റ്റീവായിട്ടുള്ള ചിന്തകൾ വേണം.
തീർച്ചയായിട്ടും. നിലവിലെ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ ഒരു വിദൂരമായ പ്രതീക്ഷ പോലും വ്യക്തിപരമായിട്ട് എനിക്കില്ല. കാരണം നമ്മൾ വളരെ കുഴഞ്ഞു മറിഞ്ഞ് നമ്മുടെ ഭരണ സംവിധാനം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ഷേമ പെൻഷനുകളൊക്കെ മുടങ്ങിക്കിടക്കുകയാണ്. ഇനിയിപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിന് മുന്നോടിയായിട്ട് ഇതെല്ലാം കൊടുത്ത് തീർക്കണം, അല്ലെങ്കിൽ തീർത്തേ പറ്റൂ എന്നൊക്കെ ചില തിട്ടൂരങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പുതിയ എന്തെങ്കിലും മുഖം മിനുക്ക് പരിപാടികൾ, ഒരു നെയിംസേക്ക് ആണെങ്കിൽ പോലും വാഴ നനയുമ്പോൾ ചീരയും നനയും എന്ന് പറയുന്നത് പോലെ സർക്കാരിൻ്റെ മുഖം മിനുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൽ ഏതെങ്കിലും സാധാരണക്കാരന് പ്രയോജനം കിട്ടുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിട്ടാണ് കാണേണ്ടത്. അങ്ങനെ എന്തെങ്കിലും മിനുക്ക് പണികൾ പ്രതീക്ഷിക്കാവോ? ഇല്ല അനീഷ്, കേരളത്തിലെ ഒരു മിനുക്ക് പണിക്കും സാധ്യതയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ക്ഷേമ പെൻഷൻ കൊടുക്കണം, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ DA കൊടുക്കണമെങ്കിൽ തന്നെ 40,000 കോടി രൂപ വേണം. DA കൊടുക്കണമെങ്കിൽ, കുടിശ്ശികയായി DA കൊടുക്കണമെങ്കിൽ. ഇതിന് പണം നമ്മുടെ ഖജനാവിലില്ല. നമ്മുടെ ഖജനാവിൽ പണം വരണമെങ്കിൽ രണ്ട് മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ കൂടുതൽ ടാക്സ് ചെയ്ത് പണം ഉണ്ടാക്കണം. ഇപ്പം തന്നെ നമ്മൾ പെട്രോളിന് ഡീസലിന് നികുതി ചുമത്തിയപ്പോഴേ 2 രൂപ ചുമത്തിയപ്പോഴേ എന്താണ് പറഞ്ഞത്? ക്ഷേമ പെൻഷൻ കൊടുക്കാനാണ്. അതെ, ആ ക്ഷേമ പെൻഷനാണ് മുടങ്ങി കിടക്കുന്നത്. നിയമസഭയിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ലല്ലോ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചാട്ട് എനിക്ക് ഓർമ്മയില്ല. ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. അപ്പം ഇവിടുത്തെ പ്രോബ്ലം ഇവിടെ എന്താണെന്ന് വെച്ചാൽ അതിനായിട്ട് തന്നെ പിരിച്ച പണം പോലും ക്ഷേമനിധി കൊടുക്കാൻ പറ്റുന്നില്ല. കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം ഗവൺമെൻറ്റിന് വരുമാനം ചിലവും കൂട്ടിമുട്ടി പോകുന്നില്ല. അതിന് 2 മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ വരുമാനം വർദ്ധിപ്പിക്കുക, അതല്ലെങ്കിൽ ചിലവ് ചുരുക്കുക. ചിലവ് ചുരുക്കാനുള്ള യാതൊരു മനോഭാവവും കാണുന്നില്ല. ഈ KM എബ്രഹാമിനെ പോലെ ഒരാളെ എന്തിനാണ് 6-7 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നത്? അവരുടെ പർപ്പസ് എന്താണ്? ഇപ്പോൾ തന്നെ VPOയെ പിടിച്ചു വെച്ചിരിക്കുന്നു. ഇവരൊക്കെ ശരിക്കും മാസം വേണു റിട്ടയർഡ് ആവും, അദ്ദേഹത്തെയും പിടിച്ചു വെക്കും. ഞാൻ ചോദിക്കുന്നത് ഈ ആത്മാക്കളൊക്കെ ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്കൊക്കെ പിന്നെ ഈ പണം ഇങ്ങനെ ദുർവിനിയോഗം ചെയ്യാൻ കഴിയുമോ? KM എബ്രഹാമെങ്കിലൊന്ന് വിചാരിക്കട്ടെ, ഇങ്ങനെ പണം സർക്കാരിൻ്റെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന ഒരു സർക്കാർ, താൻ ഇവിടുത്തെ പിന്നെ ധനകാര്യ സെക്രട്ടറി ആയിട്ട് ഇരുന്ന ആളാണ്, ചീഫ് സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്ന ഒരാളാണ്. എനിക്ക് ഈ പണം വേണ്ട എന്ന് വിചാരിക്കാനുള്ള ഒരു മനോഭാവം KM എബ്രഹാമിനോ VP ജോയിക്കോ ഉണ്ടോ? അവരൊക്കെ എത്രമാത്രം സോഷ്യൽ കമ്മിറ്റ്മെൻറ്റാണ് ഇവർക്കുള്ളത്? കിട്ടുന്നത് പോരട്ടെന്ന് വിചാരിക്കുന്ന കുറേ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ. ഇവരെല്ലാവരും ശമ്പളം കഴിഞ്ഞ് പെൻഷൻ കിട്ടേണ്ടതുള്ളത് കൊണ്ട് പുതിയ പദവിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഓണറേറിയമാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ പിന്നെ പെൻഷനും കിട്ടും, ഓണറേറിയവും കിട്ടും. 1,70,000 രൂപ VPOയുടെ പെൻഷൻ. അത് കഴിഞ്ഞ് ഓണറേറിയം 3-4 വേറെയുണ്ട്. KM എബ്രഹാമിന് എത്രയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. KM എബ്രഹാം ചാക്കിലായിരിക്കും ഇനി പണം കൊണ്ടുവന്ന്. എനിക്കറിഞ്ഞൂടാ എങ്ങനെ കൊണ്ടുവന്നു. ഞാൻ ചോദിക്കുന്നത് ഇതുങ്ങളെയൊക്കെ ഇവരെ വെച്ചിരിക്കുന്നുണ്ട് എന്ത് ബെനിഫിറ്റാണ് സ്റ്റേറ്റിനുള്ളത്? ഇതൊക്കെ പറഞ്ഞു വിട്ട് ശുദ്ധമാക്കണം. ഗവൺമെൻറ്റിൻ്റെ പണം, അതാണ് അച്യുതമേനോൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഞാൻ ബഹുമാനിക്കുന്നതിൻ്റെ കാര്യം. അദ്ദേഹം കർശനമായ നിലപാടെടുത്തു. റീപ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു കാര്യത്തിനും എൻ്റെ സർക്കാർ 1 രൂപ മുടക്കില്ല എന്ന് പറഞ്ഞു. അത്ര ഒരു ഇച്ഛാശക്തി അത് മുഖ്യമന്ത്രി കാണിക്കണം. ഇവരെയൊക്കെ അവരുടെ വീടുകളിലേക്ക് പറഞ്ഞു വിടണം. അവരൊക്കെ വിശ്രമ ജീവിതം നയിക്കട്ടെ, പുസ്തകം എഴുതാം, സാമൂഹ്യ പ്രവർത്തനം നടത്താം, സന്നദ്ധ സംഘടന ഉണ്ടാക്കാം, ഇതൊക്കെ ചെയ്യട്ടെ. പക്ഷേ ഇവരുടെയൊക്കെ മികവ് സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്ത് മികവാണ് ഇനിഷ്യ ഉപയോഗിച്ചിട്ടുള്ളത്? എന്ത് മികവാണ് KM എബ്രഹാമിനുള്ളത്? എന്ത് മികവാണ് ഇവിടെ ഉപയോഗിച്ചത്? ഇവരുടെയൊക്കെ മികവ് ഇവിടെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഒരു ഗതികടി ഫിനാൻസ് സെക്രട്ടറി ആയിട്ടിരുന്ന ആളല്ലേ VP ജോയ്. അദ്ദേഹത്തിൻ്റെ മികവ് നമ്മൾ കണ്ടതല്ലേ? അദ്ദേഹത്തിൻ്റെയൊക്കെ മികവല്ലേ ഇവിടെ കൊണ്ട് എത്തിച്ചത്? ഇവരൊക്കെ ഭരിച്ചാണ് കേരളത്തെ ഈ ഗതിയിലാക്കിയത്. അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ 4 പൈസയില്ല അവർക്ക് വേണം. പക്ഷേ പാവ പിടിച്ചൊരു പ്യൂണ് റിട്ടയർ ചെയ്ത് വന്നാൽ അവന് കിട്ടേണ്ട ആനുകൂല്യങ്ങളിൽ 10 രൂപ അവർ കൊടുക്കില്ല. ഇത്രമാത്രം സഹാനുഭൂതിയില്ലാത്ത, സഹജീവിതങ്ങളുടെ കാരുണ്യമില്ലാത്ത ഒരു പറ്റം IASകാർ അവരെ വീണ്ടും അധികാരത്തിൽ തുടരാൻ അനുവദിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ പണം ദുർവിനിയോഗം ചെയ്യുന്നത് അക്ഷന്തവ്യമായ അപരാധമാണെന്ന് വിശ്വസിക്കുന്ന ഒരു പൗരനാണ് ഞാൻ. മനസ്സിലായി. ഇവിടെ ചെയ്യേണ്ട ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് വേണ്ടത് ഒരാവശ്യമായിട്ട്, ഒരു നിവേദനമായിട്ട് ചെല്ലുന്ന ഒരാൾക്ക് അർഹമായ നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഒരു ദുരിതാശ്വാസം, റിയൽ സെൻസിൽ ഒരു ആശ്വാസം കിട്ടണം. അത് നിലവിൽ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു സമസ്യയായിട്ട് നിൽക്കുന്നു. ഇനിയെങ്കിലും സർക്കാർ മാറി ചിന്തിക്കുമെന്നും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. തീർച്ചയായിട്ടും ഞാൻ VP ജോയിക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ KM എബ്രഹാമിനും കൊടുക്കുന്ന തുക ഉണ്ടെങ്കിൽ മാത്രം ഒരു മാസം 30 വീടുകളെങ്കിലും ലൈഫ് മിഷനും കൊടുക്കാൻ പറ്റും. ലൈഫ് മിഷനിൽ വീട് കൊടുക്കാൻ പറ്റും. 3 ലക്ഷം രൂപയാണ് ലൈഫ് മിഷനിൽ വീടിന് മാറ്റി വെച്ചിരിക്കുന്നത്. ഇവർ കൊടുക്കുന്ന ആനുകൂല്യം ഒന്ന് കണക്ക് കൂട്ടി നോക്കി. അത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാൻ കഴിയും? എത്ര പാവപ്പെട്ടവർ, കിടപ്പാടമില്ലാത്തവർക്ക്, എത്ര അനാഥരെ നമുക്ക് അതിന് ദുരിതാശ്വാസ നിധിയുടെ ആവശ്യമില്ല. ഈ പണം ചെലവഴിക്കാതിരുന്നാൽ മതി. ഇവർക്കൊക്കെ പണം കൊടുക്കാതിരുന്നാൽ മതി. ദുരിതാശ്വാസമേ വേണ്ട. ഇവരൊക്കെയാണ് സത്യത്തിന് ഈ ഉദ്യോഗസ്ഥന്മാരെ, ഈ നമ്മുടെ ഖജനാവിനെ കൊള്ളയടിക്കുന്ന, എന്തും സ്വാർത്ഥ താല്പര്യത്തോടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഏറ്റവും വലിയ ദുരിതം. അവരിൽ നിന്നൊരു ആശ്വാസം കിട്ടണേ അവരെ ആ കസേരയിൽ നിന്ന് മാറ്റിയാൽ മതി, വേറെ കാര്യമൊന്നും ചെയ്യണ്ട. ഈ പണ്ട് തമാശക്കൊക്കെ നാട്ടിൻപുറത്ത് പറയും,
ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കും, നായ കുരച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ആൾക്കാർ പറയേണ്ടവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സർക്കാരിൻ്റെ വഴിക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. എവിടെ പോയി നിൽക്കുമെന്നറിയില്ല. ഏതായാലും നല്ലത് സംഭവിക്കും, നമുക്ക് കാത്തിരിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം. നന്ദി.